അപ്പോൾ റൗണ്ട് ഓഫ് 32 മത്സരങ്ങൾ ഇങ്ങനെ തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യത്തെ ഗംഭീര മത്സരം വരുന്നു, ബ്രസീൽ വേഴ്സസ് ജപ്പാൻ എന്നുള്ളതും. നമുക്കറിയാം, പേപ്പറിൽ ബ്രസീൽ കരുത്തരാണ്, പക്ഷേ കളിക്കളത്തിൽ ജപ്പാൻ അവരുടെ കരുത്ത് കാണിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പം എന്താണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്? എനിക്ക് തോന്നുന്നത് ജപ്പാൻ്റെ ഒരു ടീം ഗെയിമും ബ്രസീലിൻ്റെ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസും തമ്മിലുള്ള പോരാട്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ ലോകകപ്പിൽ ജപ്പാന് 7 ഗോളാണ് ഇതുവരെ അടിച്ചിട്ടുള്ളത് ഗ്രൂപ്പ് ഘട്ടത്തിൽ. അതിൽ 10 പേര് അതിൽ പങ്കാളികളായിട്ടുണ്ട്. ഒന്നെങ്കിൽ ഗോളായിട്ടോ അസിസ്റ്റായിട്ടോ ജപ്പാൻ ടീമിലെ 10 പേരും അതിൽ പങ്കാളികളായിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് വ്യക്തമാക്കുന്നത് ജപ്പാൻ എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ടീം ഗെയിമാണ്. അതേസമയം ബ്രസീൽ മോറെ ഇൻഡിവിജ്വൽ ബ്രില്യൻസും കൂടി ആശ്രയിച്ചിട്ടാണ്. അവസാനത്തെ കളിയൊക്കെ ഒരു ടീം കോർഡിനേഷൻ ഉണ്ടായിരുന്നു, എന്നാൽ പോലും അതിലൊരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ഉണ്ട്. പ്രത്യേകിച്ച് മൊറോക്കോക്കെതിരെയുള്ള മത്സരം ഒരു വിനീഷ്യസ് ജൂനിയറിൻ്റെ ഒരു ഒരു മാജിക്കൽ ഗോളിൽ മാത്രമാണ് വിജയിച്ചത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അതാണ്, ഒരു ബ്രസീലിൻ്റെ ഇൻഡിവിജ്വൽ ടാലൻറ്റ് നോക്കുകയാണെങ്കിൽ ബ്രസീലിനോട് കിടപിടിക്കാനുള്ള ലൈനപ്പൊന്നും ജപ്പാനില്ല. ബ്രസീലിന് ഇപ്പോൾ ബെഞ്ചിൽ പോലും ഇഷ്ടം പോലെ താരങ്ങളുടെ ടീമാണ്. പക്ഷേ ആസ് എ ടീം കോർഡിനേഷൻ ജപ്പാൻ ബ്രസീലിനേക്കാൾ മുന്നിലാണ്. പക്ഷേ അതിങ്ങനെ ആഞ്ചലോട്ടി ഇങ്ങനെ പടിപടിയായിട്ട് ആ ഒരു റേഞ്ച് ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് വരുന്നു. നമ്മൾ ആദ്യ മത്സരത്തിൽ മൊറോക്കോക്കെതിരെ കണ്ടപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു, പാസ് പോലും കണക്റ്റ് ആവാത്ത പോലെയായിരുന്നു. പക്ഷേ രണ്ടാം മത്സരത്തിൽ ഹെയ്ത്തിക്കെതിരെത്തിയപ്പോൾ കുറച്ചുകൂടി മാറ്റമുണ്ടായി. മൂന്നാം മത്സരമായിരുന്നു ഒരു കംപ്ലീറ്റ് ടീം ഗെയിമായിട്ട് സ്കോട്ട്ലൻഡുമായിട്ട് കളിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു കളിയാണ് ബ്രസീൽ പുറത്തെടുക്കുന്നതെങ്കിൽ ബ്രസീലിന് ഈസി വിന്നാണ്. പക്ഷേ ജപ്പാൻ എന്ന് പറയുന്നത് പല തന്ത്രങ്ങളും കയ്യിലുള്ള ആളുകളാണ്. ഡിഫൻസിൽ പ്രത്യേക തന്ത്രമുണ്ട്, ബോളുമായിട്ട് മൂവ് ചെയ്യുമ്പോൾ തന്ത്രമുണ്ട്. ഇപ്പോൾ ബോളുമായി മൂവ് ചെയ്തിട്ട് പിറകോട്ട് വരും 5 ബാക്ക് ലൈനുള്ള പോലെയൊക്കെ മാറുന്ന സിസ്റ്റം ഉണ്ട്. പിന്നെ വളരെ രസകരമായൊരു സംഭവം എന്ന് പറയുന്നത് ജപ്പാനും ബ്രസീലും തമ്മിൽ ഭയങ്കര കൊടുക്കൽ വാങ്ങലുള്ള 2 രാജ്യമാണ്. നമ്മളിപ്പോൾ ഒരു മാപ്പ് എടുത്ത് നോക്കിയാൽ ജപ്പാൻ ഏതോ ഒരറ്റത്തും ബ്രസീൽ ഇങ്ങ് സൗത്ത് അമേരിക്കയുടെ അറ്റത്താണ്. പക്ഷേ വളരെ കൗതുകമായ ഒരുപാട് ബന്ധങ്ങൾ. അപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ അതായത് ജപ്പാന് പുറത്ത് ജപ്പാൻകാരുള്ളത് ബ്രസീലിലാണ്. 2 മില്യണോളം ആളുകൾ പല കാലങ്ങളിലായിട്ട് പോയിട്ട് അവിടെ താമസമാക്കിയിട്ടുണ്ട്. അതൊരു കണക്ഷനാണ്. പിന്നെ ജപ്പാൻ ഫുട്ബോളിനെ ഇന്നത്തെ സ്ഥിതിയിലേക്ക് എത്തിച്ചതിൽ ഏറ്റവും പ്രധാന പങ്ക് ബ്രസീലിനാണ്. കാരണം സീക്കോ എന്ന് പറയുന്ന മനുഷ്യൻ 1991 അവിടെ എത്തിയതോടെയാണ് അവിടുത്തെ ഒരു കഥ തന്നെ മാറുന്നത്. പിന്നെ ബ്രസീലത്തെ ഒരുപാട് സൂപ്പർ താരങ്ങൾ, ഡുങ്ക അവിടെ കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഹൾക്ക് ബ്രസീലിലാണ് കളിക്കുന്നത്. അങ്ങനെ ബ്രസീലിലെ ഫുട്ബോളേഴ്സിനെ ജപ്പാൻ ഭയങ്കരമായിട്ട് ആരാധിക്കുന്നുണ്ട്, വർഷിപ്പുണ്ട്. ഇന്നിപ്പോൾ ഞാൻ റീലിലൊരു ആഡ് കണ്ടു. അപ്പോൾ റോബർട്ടോ കാർലോസ് ഇങ്ങനെ ഒരു ഫ്രീ കിക്ക് എടുക്കുകയാണ്. അപ്പോൾ ജപ്പാൻ്റെ താരങ്ങൾ ഇങ്ങനെ മുന്നിൽ നിരന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ജപ്പാൻ്റെ ഒരു ട്രഡീഷണൽ ഒരു അഭിവാദ്യ രീതി ഉണ്ടല്ലോ, അങ്ങനെ തലങ്ങനെ അങ്ങ് താഴ്ത്തും കാർലോസ് കിക്ക് എടുക്കും. അപ്പോൾ അതിന് മുകളിലൂടെ കാർലോസ് ഒരു ഫ്രീ കിക്ക് അങ്ങ് പോസ്റ്റിലേക്ക് അടിച്ചു കയറ്റി. ഒരു ആഡാണ്. അങ്ങനെ പല രീതിയിൽ ബന്ധമുണ്ട്. ഇപ്പോൾ ജപ്പാൻ ജെ ലീഗ് ആരംഭിക്കുമ്പോൾ അവർക്ക് വേണമെങ്കിൽ ഒരുപാട് മാതൃകകൾ ഉണ്ടായിരുന്നു, യൂറോപ്യൻ സ്റ്റൈലിൽ നടത്തണം എന്നൊക്കെ പലരും പറഞ്ഞിരുന്നു. പക്ഷേ അവർ ബ്രസീലിയൻ ലീഗിനെയാണ് ഫോളോ ചെയ്തത്. അതുപോലെ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ജപ്പാനിലെ ഏറ്റവും തരംഗമായിട്ടുള്ളൊരു അനിമേഷൻ സീരീസ് ഉണ്ടായിരുന്നു, ക്യാപ്റ്റൻ സിബോസ എന്ന് പറയുന്ന. അവിടുത്തെ ഒരു തലമുറ കുട്ടികളെ ഏറ്റവും പ്രചോദിപ്പിച്ച ഒരു സംഭവമാണ്. അതിൽ ഒരു ബ്രസീൽ കോച്ചാണ് ആ ജപ്പാനിലെ കുട്ടികൾക്ക് പരിശീലിപ്പിക്കുന്നത്. അങ്ങനെ ജപ്പാൻ്റെ ഇന്നത്തെ ഫുട്ബോളിലെ സകല ഉയർച്ചയിലും അതിലൊരു ബ്രസീലിൻ്റെ പങ്കിടും. നമ്മൾ ഈ ക്രിക്കറ്റിൽ അഫ്ഗാനിസ്ഥാന് ഇന്ത്യ വേദിയൊക്കെ കൊടുക്കും, ഇന്ത്യയാണ് അവിടുത്തെ ക്രിക്കറ്റിനെ വളർത്തിയെന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അതുപോലെ ജപ്പാൻ ബ്രസീലിൻ്റെ പാലൊക്കെ കുടിച്ച് വളർന്നൊരു കുട്ടിയാണ്. അപ്പോൾ അത് ഇന്ന് തിരിഞ്ഞു കൊത്തുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇപ്പോൾ ഈ ജപ്പാൻ്റെ കേസിലേക്ക് വരുമ്പോൾ ജപ്പാനിന് നമ്മൾ പറഞ്ഞു ഈ ഒരു 7 ഗോളുകളിൽ 10ഓളം കോൺട്രിബ്യൂട്ടേഴ്സ് ഉണ്ട് എന്നുള്ളത്. ഇവരുടെ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ നോക്കുമ്പോൾ അങ്ങനെയാണ്. അത് 13 മത്സരങ്ങൾ കളിച്ചിട്ടൊക്കെയാണ് ഏഷ്യയിൽ നിന്ന് ജപ്പാൻ ക്വാളിഫൈ ചെയ്ത് വരുന്നത്. അതിൽ ഇവർക്ക് ഏതാണ്ട് 17ഓളം ഡിഫറൻറ്റ് സ്കോറർമാരുണ്ടായിരുന്നു. ആൻഡ് കൺസിഡർ ചെയ്ത ഗോൾ ആകെ 2 എണ്ണമാണ്, അതിലൊന്ന് സെൽഫ് ഗോളുമാണ്. അപ്പോൾ വളരെ ഒരു ടീം ഗെയിം കളിക്കുന്ന ഒരു ടീമാണ്, ഒരു സ്ക്വാഡാണ് ഈ ജപ്പാൻ എന്നുള്ളത്. അവരുടെ കോച്ചിൻ്റെ രീതികളും അങ്ങനെയാണ്. ഒരു 3-4-3 എന്നുള്ളൊരു ഫോർമേഷൻ കാണുമെങ്കിലും ഡിഫെൻസീവ്ലി അവരിറങ്ങുമ്പോൾ 5 ഡിഫൻഡേഴ്സ് വരുന്നു, അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ ഒരുപാട് അറ്റാക്കേഴ്സ് ഉണ്ടായി വരുന്നു. ഈ ഒരു ഗെയിം പ്ലാൻ എങ്ങനെയായിരിക്കും ബ്രസീലിനെതിരെ അവർ പ്രയോഗിക്കാനുള്ള സാധ്യതകൾ? അതായത് ഇപ്പോൾ സഫാൻക്ക് പറഞ്ഞ പോലെ ഇവരിതെന്താണെന്ന് വെച്ചാൽ ഇവരൊരു ടീം ഗെയിമിലാണ് പോകുന്നത്. ഇപ്പം പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു ടീം ഗെയിമിൻ്റെ ടാക്ടിക്കൽ ഫ്രെയിം വർക്ക് വരുമ്പോൾ ബ്രസീൽ ഒരു വശത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാൻസ്ലോട്ടിയുടെ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഫ്രീ ഫ്ലോ സിസ്റ്റമാണ്. മറുവശത്ത് ജപ്പാനാണെങ്കിൽ ഭയങ്കര ടാക്ടിക്കൽ ഫ്രെയിം വർക്ക് വെച്ചിട്ട് കളിക്കുന്ന സാധനമാണ്. പറഞ്ഞൊരു കാര്യം കൂടെ ഉണ്ട്, ബ്രസീലിൻ്റെ ഇൻഡിവിജ്വൽ ബ്രില്യൻസിനെ തടുത്ത് നിർത്താൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ ജപ്പാൻ ഒബ്വിയസ്ലി യൂസ് ചെയ്യേണ്ട ഒരു സാധനം എന്തായിരിക്കും, അവരുടെ ആ ഒരു ടാക്ടിക്കൽ ഫ്രെയിം വർക്ക്, അവർ ഡിസൈൻ ചെയ്തൊരു സിസ്റ്റം, അവരെങ്ങനെയാണോ ബ്രേക്ക് ചെയ്യാൻ ആ ഒരു പെർട്ടിക്കുലർ ആ വിങ്ങിൽ ഓവർലോഡ് പ്രതീക്ഷിക്കുന്നു, അങ്ങനെ ഒരു സംഭവമായിരിക്കും. അപ്പം ഞാൻ വിശ്വസിക്കുന്നത് ഈ മാച്ചിലൊരു
കീ ടാക്റ്റിക്കൽ ബാറ്റിൽ വരിക ഒബ്വിയസ്ലി വിനീഷ്യസ് ജൂനിയറിൻ്റെ സൈഡായിരിക്കും. കാരണം വിനീഷ്യസ് ജൂനിയറിൻ്റെ ആ ഒരു വിങ്ങിൽ സാൻഡോസ് അടക്കമുള്ള എല്ലാവരും അവരെന്ത് ചെയ്യും, അവർ പുഷ് ചെയ്തിട്ട് കളിക്കാനാവും ശ്രമിക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു ഗ്യാപ്പാണ് എവിടെ ജപ്പാനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുക. ആ ഗ്യാപ്പ് ജപ്പാന് ഡേഞ്ചറുമാണ്, പക്ഷെ അവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ ഏറ്റവും പോസിബിലിറ്റി ഉള്ളൊരു ഗ്യാപ്പും കൂടെയാണ്. ഡേഞ്ചർ ആവാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ പറയാൻ കാരണം വിനീഷ്യസ് ജൂനിയർ നമുക്കറിയാം, ഒരു 1v1 ഐസൊലേറ്റഡ് സിറ്റുവേഷൻ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഇപ്പോൾ പലപ്പോഴും ഒന്നെങ്കിൽ വൈഡായിട്ട് പോയിട്ടൊരു ക്രോസ് നൽകാൻ കപ്പാസിറ്റി ഉള്ള പ്ലെയറാണ് വിനീഷ്യസ് ജൂനിയർ, അല്ലെങ്കിൽ കട്ടിൻ ചെയ്തിട്ട് ഇൻഡിവിജ്വൽ ബ്രില്യൻസ് വെച്ചിട്ട് പെനാൽറ്റി ബോക്സിൻ്റെ പുറത്ത് നിന്ന് വരെ സ്കോർ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളൊരു പ്ലെയറാണ്. അപ്പോൾ ജപ്പാൻ ചെയ്യാൻ പറ്റുന്ന ഇത്രയേ ഉള്ളൂ, ആ ഒരു 1v1 സിറ്റുവേഷൻ കൊടുക്കാതെ അവിടെ ജപ്പാൻ ഒരു 2v1 ആക്കിയിട്ട് എങ്ങനെയൊക്കെ വിനീഷ്യസ് ജൂനിയറിനെ വൈഡായിട്ട് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ കരിക്കുകൾ നീക്കുക എന്നുള്ളതാണ് ജപ്പാന് ചെയ്യാൻ പറ്റുന്ന ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഈ വിനീഷ്യസ് ജൂനിയറിൻ്റെ ഈ ഒരു ഓവർലാപ്പിംഗ് എങ്ങനെയാണ് അഡ്വാൻറ്റേജ് ആവാന്ന് പറയുന്നത്, അതായത് ഒബ്വിയസ്ലി വിനീഷ്യസ് ജൂനിയർ ഓവർലാപ്പ് ചെയ്യുമ്പം ഒരു പുഷ് ആ ഫുൾ ബാക്കിൻ്റെ സൈഡിൽ നിന്നുണ്ടാവും. ആ ഒരു ഗ്യാപ്പ് തീർച്ചയായിട്ടും ജപ്പാനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. കാരണം നമുക്കറിയാം ജപ്പാൻ ട്രാൻസിഷനലി ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ടീമാണ്. അതുമാത്രമല്ല ഇങ്ങനെ ബ്രസീൽ ആ ഒരു സൈഡിൽ ഹൈ പോയി കഴിഞ്ഞാൽ ജപ്പാൻ്റെ മറ്റൊരു ബ്രില്യൻസാണ് അവരുടെ കോമ്പിനേഷൻ പ്ലേ. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഇവർ ഒരു പേരല്ല ഗോൾ അടിക്കുന്നത്. അതായത് ആ ഒരു കോമ്പിനേഷൻ പലപ്പോഴും ഈ ജപ്പാൻ്റെ സ്ട്രൈക്കർ ഉണ്ട് ഉവേഡനെ നമ്മൾ എത്ര പ്രാവശ്യം ബോക്സിൽ ഉണ്ടാവില്ല. നെതർലാൻഡ്സിനെതിരെയുള്ള മത്സരത്തിൽ വരെ, അതായത് ഡിയോങ് എന്ന് പറയുന്ന ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ്, പലപ്പോഴും ആ സോണിൽ വരെ നമുക്ക് ഉവേഡനെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി കഴിഞ്ഞ സ്വീഡനെതിരെയുള്ള മത്സരത്തിൽ ശ്രദ്ധിച്ചാൽ അറിയാം, ഉവേഡാണ് ആ ഗോൾ ക്രിയേറ്റ് ചെയ്തത്. പിന്നെ ബാക്കിൽ നിന്ന് വന്ന് ആ ഒരു അൺമാർക്ക്ഡ് റണ്ണ് നടത്തിയതിലാണ് അവർ ആ ഗോൾ സ്കോർ ചെയ്തത്. അപ്പോൾ ഈ രീതിയിലാണ് കാര്യങ്ങൾ പോവുക. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രസീലിൻ്റെ ഒരു മിഡ്ഫീൽഡ് ഷേപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഒരു ഡയമണ്ട് ഷേപ്പിൽ കളിക്കുന്ന രീതിയിലാണ് ബ്രസീലിൻ്റെ മിഡ്ഫീൽഡ് പോവുക. അതായത് ഈ ഒരു റൂട്ടിൽ പോയിട്ട് വൈഡിൽ അറ്റാക്ക് പോകുന്ന രീതിയിലാണ് ബ്രസീൽ കളിക്കുക. അപ്പോൾ ഈ ഒരു ഡയമണ്ട് ഷേപ്പ് എന്തുകൊണ്ടും ജപ്പാൻ അഡ്വാൻറ്റേജ് ആണ്. കാരണം അവർ വൈഡായിട്ട് പോകാനേ ശ്രമിക്കുകയുള്ളൂ. വൈഡായിട്ട് പോയിട്ട് പല ഫ്ലാങ്കുകളിലായിട്ടുള്ള ഒരു കോമ്പിനേഷൻ പ്ലേ ആണ് ഇവരത് വർക്കൗട്ട് ആവാറ്. അപ്പോൾ ഈ ഒരു ഡയമണ്ട് ഷേപ്പിൽ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത്രയും ഗ്യാപ്പ് അവർക്ക് അവിടെ ഓപ്പൺ ആവും. അത് ഇവർക്ക് തീർച്ചയായിട്ടും ഇതിന് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇവരുടെ മറ്റൊരു ഇപ്പോൾ 3-5-2 എന്നുള്ളൊരു ഫോർമേഷനിലാണ് ജപ്പാൻ്റെ ഒരു കളി വരാറ്. ഈ 3-5-2 ഫോർമേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 5ഓളം മിഡ്ഫീൽഡേഴ്സ് അവർക്ക് അവിടെ ആ സോണിലുണ്ട്. അപ്പോൾ ഈ ബ്രസീൽ ഇങ്ങനൊരു ഡയമണ്ട് ഷേപ്പിൽ കളിക്കുന്നത് കൊണ്ട് തന്നെ ഈ ബ്രസീലിൻ്റെ ഈ ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡിനെ ബ്രൂണോ ഗിമാരസും അതുപോലെ തന്നെ കെസമേറോ അടക്കമുള്ള ഡിഫെൻസീവ് മിഡ്ഫീൽഡിനെ ഔട്ട് നമ്പർ ചെയ്ത് ബൈപ്പാസ് ചെയ്യാൻ എന്തുകൊണ്ടും ആ ഒരു 5 മിഡ്ഫീൽഡേഴ്സ് വരുന്നതോടുകൂടി അത് പോസിബിളാവും. അപ്പോൾ ഈ ഒരു തലങ്ങളിലാണ് ജപ്പാൻ്റെ അഡ്വാൻറ്റേജ് ഉള്ളത്. പിന്നെന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഏരിയയിൽ ഒന്നും കൂടെ ബെറ്റർ ആവുക ബ്രസീലാണെന്നുള്ളതാണ്. അതെങ്ങനെ ഇവർ ടാക്കിൾ ചെയ്യുന്നുള്ളത് നമ്മൾ ഒബ്വിയസ്ലി നമുക്ക് ഈ മാച്ച് കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ നമ്മൾ ജപ്പാൻ ബ്രസീൽ എന്ന് പറയുമ്പോൾ മുമ്പത്തെ ഒരു സൗഹൃദ മത്സരത്തിൽ കൂടി നമ്മൾ നോക്കണം. കാരണം അന്നത്തെ ജപ്പാൻ ഏരിയയിലെ ഒട്ടുമിക്ക താരങ്ങളും ഇന്ന് ജപ്പാൻ്റെ സ്റ്റാർട്ടേഴ്സായിട്ട് തന്നെ ഉണ്ട്. ബ്രസീലിൻ്റെതും ഏറെക്കുറെയാണ്. കാരണം ബ്രസീലിൻ്റെ അറ്റാക്കിങ്ങിലുള്ള ആളുകളൊക്കെ ഇപ്പം ലൂയിസ് എൻട്രിക് ആയാലും മാർട്ടിനെല്ലി, വിനീഷ്യസ്, അത്തരത്തിലുള്ള അറ്റാക്കേഴ്സും മിഡ്ഫീൽഡേഴ്സും ഒക്കെ അന്ന് കളിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് 2 ഗോൾ പിറകിൽ പോയ ശേഷം ജപ്പാൻ തിരിച്ചടിക്ക് നമ്മൾ കണ്ടു. അപ്പോൾ ആ ഒരു തിരിച്ചടി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡിഫൻസിൻ്റെ ഷേക്കിനെസ് ആണ് നമ്മൾ ഈ കാണിക്കുന്നത്. പക്ഷെ അന്ന് കളിച്ച ഡിഫൻഡേഴ്സ് അല്ല ഇന്നുള്ളത്. ഇന്ന് നല്ല സോളിഡായിട്ടുള്ള ഗബ്രിയലും മാർക്കിൻഡോസും പോലുള്ള താരങ്ങളുണ്ട്. ഇപ്പോൾ ഈ ഒരു മത്സരത്തിൽ ബ്രസീലിൻ്റെ ഡിഫൻസ് എന്നുള്ളത് എത്രത്തോളം കോമ്പാക്റ്റ് ആയിരിക്കും, എങ്ങനെയാണ് ഇതുവരെയുള്ളൊരു ഡിഫൻസിൻ്റെ പ്രകടനം? അതിൽ ആ മത്സരം എന്ന് പറയുമ്പോൾ അത് ബ്രസീൽ ഒരു ക്ലബ് സീസണിനിടയിൽ പോയിട്ട് കളിക്കുന്നൊരു മത്സരമാണ്. താരങ്ങൾ സിങ്ക് പോലും ആയിട്ടുണ്ടാവില്ല. അത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു മത്സരം കമ്പാരിസൺ ചെയ്യാൻ പറ്റില്ല. കാരണം ഇതൊരു മാസമായിട്ട് ക്യാമ്പ് ചെയ്യുന്നവരാണ്, കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. എനിക്ക് 100 പറഞ്ഞ പോലെ ഈ മിഡ്ഫീൽഡിലാണ് ഒരു കീ ബാറ്റിൽ നടക്കുക. അതിൽ കാസമിറോക്കും ബ്രൂണോ ഗിമറായസിനും കാര്യമായ പണി എടുക്കാനുണ്ടാവും. എനിക്ക് തോന്നുന്നത് പലരും ഇങ്ങനെ പറയുന്നുണ്ട് ഈ എഡേഴ്സൺ ഒന്ന് പരീക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ കാസിമിറോക്ക് എന്തായാലും ഫസ്റ്റ് ഓപ്ഷൻ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുള്ളതാണ് പല അനലിസ്റ്റും പറയുന്നത്. എല്ലാവരും പറയുന്നതാണ്. കാസിമിറോയുടെ പ്രായം, വേഗക്കുറവ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ കാസിമിറോ ഈ പറഞ്ഞ പോലെ ഏത് സമയത്തും ഫോമിലേക്ക് തിരിച്ചെത്താവുന്ന ഒരാളാണ്. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ഒരു സാധ്യതയുണ്ട്. എഡേഴ്സൻ്റെ വരവുണ്ട്. എഡേഴ്സൺ കുറച്ചുകൂടി നിറഞ്ഞു കളിക്കുന്ന ആളാണ്, യൂത്ത് ആൻഡ് എനർജറ്റിക് ആണ്. പിന്നെ സത്യത്തിൽ ഇതൊരു വളരെ ചെസ് പോലത്തെ കളിയായിരിക്കുന്നതാണ് സാധ്യത. ഇതിൽ എന്തായിരിക്കും ഫസ്റ്റ്, അതായത് ആഞ്ചലോട്ടി ആണെങ്കിലും പല തന്ത്രങ്ങളിലെ ആളാണ്, കളിക്കനുസരിച്ച് സാഹചര്യം മാറ്റാൻ പറ്റുന്ന ആളാണ്. ജപ്പാനും അങ്ങനെയാണ്. ഇപ്പോൾ ജപ്പാൻ നെതർലൻഡ്സിനോട് കളിച്ച കളിയല്ലായിരുന്നു ട്യൂണീഷ്യയോട്. നെതർലൻഡ്സിനോട് അവർ വെയിറ്റ് ചെയ്യായിരുന്നു, ഇവരെന്ത് ചെയ്യുന്നു നോക്കിയിട്ടായിരുന്നു കളിച്ചത്. അതുപോലെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. ഒരു 2 പേരും ചിലപ്പോൾ പരസ്പരം ഒന്ന് പേടിച്ച് കളിക്കാനുള്ള സാധ്യതയുണ്ട് ആദ്യം ആര് തുടങ്ങുന്നുള്ള. പക്ഷെ എനിക്കൊന്ന് ബ്രസീൽ ആദ്യത്തെ ഗോൾ പെട്ടെന്ന് അടിക്കുകയാണെങ്കിൽ പിന്നീട് ബ്രസീലിനെ സംബന്ധിച്ച് മത്സരം ഏറെക്കുറെ എളുപ്പമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ജപ്പാൻ ബ്രസീലിനെ ഗോൾ അടിപ്പിക്കാൻ വൈകുന്നിടത്തോളം
പിന്നീട് അത് ബ്രസീലിന് ബുദ്ധിമുട്ടേറി വരും. ഇപ്പോൾ ഒരു എക്സ്ട്രാ ടൈമിലേക്കൊക്കെ പോകുന്നുള്ള ബ്രസീലിനേക്കാൾ താല്പര്യം ജപ്പാനായിരിക്കാനാണ് സാധ്യത. അതുപോലെ തന്നെ ജപ്പാൻ ഒരു ഗോൾ ആദ്യം അടിച്ചു കഴിഞ്ഞാലും പാടാം, പിന്നെ അവർ ഭയങ്കരമായിട്ട് ഫുൾ എനർജിയിൽ ഒരു ഡിഫൻസിലേക്ക് വരാനും സാധ്യതയുണ്ട്. ഇതാണ് ഈ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ജപ്പാൻ ടാക്കിൾ ചെയ്യുന്നുള്ളത്. കാരണം സ്വീഡനെതിരെയുള്ള നമ്മൾ മത്സരം കണ്ടതാണ്. ആ സ്വീഡൻ്റെ ആൻ്റണി എലങ്കിൻ്റെ ഗോൾ വന്നത് ഒരിക്കലും ഒരു ടീം പ്ലേയിനൊക്കെ അപ്പുറത്തേക്ക് ഞാൻ വിശ്വസിക്കുന്നത് ആൻ്റണി എലങ്കിൻ്റെ ആ ഒരു ബ്രില്യൻസ് കൊണ്ടാണ് ആ സാധനം വന്നതെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഗോൾ നമ്മൾ എന്തുകൊണ്ടും വിനീഷ്യസ് ജൂനിയറിൻ്റെ അടുത്ത് നിന്ന് എക്സ്പെക്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. കാരണം നമ്മൾ കണ്ടതാണ് ബ്രസീൽ വേഴ്സസ് മൊറോക്കോ മത്സരത്തിലും പിന്നീട് വന്ന മത്സരങ്ങൾ വിനീഷ്യസ് ജൂനിയറിൻ്റെ ഒരു മാർക്ക് എങ്ങനെയായിരുന്നു എന്നുള്ളത്. അപ്പോൾ അത് ആ ഒരു എലമെൻറ്റ്, അതായത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് മിഡ്ഫീൽഡിനൊക്കെ അപ്പുറത്ത് ഈ ഒരു സാധനം അവർ എത്രത്തോളം ടാക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നമുക്ക് പറയാം ഒരു 50% ബ്രസീലിനെ സ്റ്റോപ്പ് ചെയ്തു എന്നുള്ള തരത്തിൽ തന്നെ നമുക്ക് പറയാം. ഇപ്പോൾ ബ്രസീലിനെ പറ്റി പറയുമ്പം നെയ്മറിനെ പറ്റി നമ്മൾ സംസാരിക്കേണ്ടത്, കാരണം ജപ്പാൻ വേഴ്സസ് നെയ്മർ കണക്കെടുത്ത് നോക്കുമ്പം അവസാനം കളിച്ച 5 മത്സരങ്ങളും ബ്രസീൽ ജയിച്ചിട്ടുണ്ട്. നെയ്മറിന് 7 ഗോൾ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു കണക്കുമായിട്ടാണ് നെയ്മർ വരുന്നത്. പക്ഷേ നെയ്മറിന് സമീപകാലത്ത് നെയ്മറിൻ്റെ ഒരു സ്ട്രഗിളിൽ നിന്നുമുള്ള ഒരു ഓവർകമ്മിങ് ആണ്. ഒരു ഗ്രേറ്റ് വെൽക്കം ഒക്കെ കൊടുത്ത് കഴിഞ്ഞ മത്സരത്തിൽ ബ്രസീലിയൻ ആരാധകർ അയാളെ സ്വീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ നെയ്മറിൻ്റെ റോൾ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും മനസ്സിലോട്ട് അയാളെ പരീക്ഷിക്കാനുള്ള സാധ്യതകൾ? ഈ ഇത്തരം കണക്കുകളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ നെയ്മർ ജപ്പാനെതിരെ 9 ഗോൾ അടിച്ചു, ഇതൊക്കെ നമ്മൾ മാധ്യമങ്ങളുടെ കണക്കുകളാണ്. മാധ്യമങ്ങൾ അത് ശരിയായ ഡാറ്റയാണ്. പക്ഷേ ഒരു കളിക്കാരനെ സംബന്ധിച്ച് ഒരു ഹിസ്റ്ററിയിലൊന്നും 10 ഗോൾ അടിച്ചൊന്നും ഒരു ദിവസം ഇന്നത്തെ ദിവസത്തിൽ അതിന് വലിയ പ്രത്യേകത ഒന്നുമില്ല. നമ്മൾ മാധ്യമങ്ങൾക്ക് കൊടുക്കാൻ ഇഷ്ടമുള്ളൊരു വാർത്ത എന്നുള്ളതാണ്. അപ്പോൾ അന്നത്തെ നെയ്മറും അല്ല, അന്നത്തെ ജപ്പാനും അല്ല. അപ്പോൾ നമ്മളൊരു 10 വർഷം മുമ്പാണ് ബ്രസീൽ ജപ്പാൻ മത്സരം വരുന്നെങ്കിൽ നമ്മൾ ഇതുപോലെ ഡിസ്കസ് ചെയ്താൽ പോലും ആളുകൾ ചിരിക്കും. നിങ്ങൾ ജപ്പാനെതിരെയുള്ള കളിക്കാണോ ഇത്രയും വലിയ ബ്രസീലിനെ പറയുന്നത് ചോദിക്കും. പക്ഷേ ഇപ്പോൾ അതല്ല, ബ്രസീലിൻ്റെ ഡൗൺഫാളിനേക്കാൾ ജപ്പാൻ്റെ ശക്തിയാണ് കാണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നെയ്മർ ഒരിക്കലും ഫസ്റ്റ് ലെവലിൽ വരുമെന്ന് ഞാൻ കരുതുന്നില്ല. പ്രത്യേകിച്ചും ഈ ജപ്പാനെതിരെയുള്ള ഒരു ഹൈ ഡെൻസിറ്റി മാച്ചിൽ കുറച്ചുകൂടി ഡിഫെൻസീവ് ഡ്യൂട്ടികൾ ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കും തീർച്ചയായിട്ടും എന്താ പറയുക ഫ്രണ്ടിൽ അഞ്ചലോട്ടി ആശ്രയിക്കുക. അതിൽ മത്യേവസ് കുഞ്ഞ ഡിഫൻസിലേക്ക് കൂടി ഇറങ്ങി വന്നിട്ട് ടാക്കിളൊക്കെ ചെയ്യുന്ന ആളാണ്. ഹൈ വർക്ക് റേറ്റുള്ള ആളാണ്. നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലും അങ്ങനെയാണ്. എംബുമയും കുഞ്ഞയും വളരെ വർക്ക് റേറ്റുള്ള ആളുകളാണ്. അതേസമയം നെയ്മർ വരുമ്പോൾ അത്തരം ഒരു എന്താ പറയുക ഡിഫൻസീവ് ഡ്യൂട്ടി കുറയും. പക്ഷേ നെയ്മർ വന്നുള്ള അഡ്വാൻറ്റേജ് കുറച്ചുകൂടി ക്രിയേറ്റീവ് മാജിക്കൽ മൊമെൻറ്റ്സ് കൂടും. അപ്പോൾ സെക്കൻഡ് ഹാഫിലായിരിക്കും അതിന് കുറച്ചുകൂടി സാധ്യതയുള്ളത്. പിന്നെ വിനീഷ്യസ് ജൂനിയർ ആയാലും ഇപ്പോൾ ആഞ്ചലോട്ടിയുടെ എനിക്ക് തോന്നുന്ന സിസ്റ്റത്തിൽ എല്ലാവരും അത്യാവശ്യം ഡിഫൻസീവ് വർക്ക് ചെയ്യുന്നുണ്ട്. കുറച്ചെങ്കിലും ആഞ്ചലോട്ടി ഒരു ഇളവ് കൊടുത്തിട്ടുള്ളത് വിനീഷ്യസ് ജൂനിയറാണ്. വിനീഷ്യസ് ജൂനിയറിനാണ് സത്യത്തിൽ ഫുൾ ഫ്രീ ആയിട്ട് നിർത്തുന്നത്. ഇപ്പോൾ ഇത് ബ്രസീൽ ടീമിലെ 10 പേരും 10 ഗോൾ കീപ്പർ കൈകളിലെ എല്ലാവരും എതിർ ബോക്സിൻ്റെ അവിടെ എന്താ പറയുക സ്വന്തം ബോക്സിലൊക്കെ ഡിഫെൻഡ് ചെയ്താൽ പോലും വിനീഷ്യസ് ജൂനിയറാണ് കയറി നിൽക്കാറുള്ളത്. നമ്പർ 9നെക്കാളും വിനീഷ്യസ് ജൂനിയറാണ് പല സമയങ്ങളിലും കളി കാണും പറയാം. കാരണം ഏത് സമയം ഒരു ബോളുമായിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നതും ഒരു ത്രൂ ബോൾ റൺ ചെയ്യാൻ പറ്റുന്നൊക്കെ ആൾ വിനീഷ്യസ് ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വിനീഷ്യസ് ജൂനിയറിനെ എന്താ പറയുക ഒരു കീ ആക്കിയിട്ടാണ് സത്യത്തിൽ ഈ അവിടെയാണ് എനിക്ക് തോന്നുന്നു കൂനിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. കാരണം ആൾ ഈ ഫോൾസ് 9 കളിക്കുമ്പോൾ ഒബ്വിയസ്ലി ഈ വിങ്ങേഴ്സിനുള്ള സ്പേസ് അവിടെ കൂടുന്നുള്ളതാണ്. നമ്മൾ പറയാൻ വിട്ടുപോയത് ആരാണ്? റയാൻ്റെ ഒരു കാരണം റയാൻ എനിക്ക് തോന്നുന്നു ഏറ്റവും യങ്ങസ്റ്റ് പ്ലെയർ ആണ്. ബ്രസീലിന് വേണ്ടി അസിസ്റ്റ് കൊടുക്കുന്ന ഏറ്റവും യങ്ങസ്റ്റ് പ്ലെയർ ആണ് റയാന്. അപ്പോൾ റഫീനെ പോലത്തെ ഒരു ബിഗ് സ്റ്റാറിനെ മാറ്റിയിട്ടാണ് റയാൻ വരുന്നത്. അതിൻ്റെ പെർഫോമൻസ് ഓൾറെഡി റയാൻ കാഴ്ചവെച്ച് കഴിഞ്ഞു. അതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ എല്ലാവരുടെയും റയാൻ്റെ ഒരു പെർഫോമൻസ്? ഓഫ് കോഴ്സ് കഴിഞ്ഞ കളി ഗംഭീരമായ പെർഫോമൻസ് ആയിരുന്നു. കാരണം ഗോളിൽ അദ്ദേഹത്തിൻ്റെ ഒരു കയ്യപ്പുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഫിനിഷിങ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഒരു മാച്ചിലെ കൃത്യമായ മിനിറ്റ് എനിക്ക് ഓർമ്മയില്ല. ഒരു മൂവിങ് ഉണ്ടായിരുന്നു ബ്രസീലിൻ്റെ. എന്താ പറയുക ബ്രസീൽ ഞാനൊരു 1-2 വർഷത്തിനുള്ളിൽ കണ്ട ഏറ്റവും നല്ലൊരു മൂവിങ് ആയിരുന്നു ബ്രസീലിൻ്റെ. അതായത് വിനീഷ്യസ് ജൂനിയർ ഇങ്ങനെ തിരിഞ്ഞോട്ട് ബാക്കോട്ടൊരു പാസ് കൊടുക്കുന്നത്, പിന്നീട് മത്യേവസ് കുഞ്ഞാന്ന് തോന്നുന്നു അത് റയാന് കൊടുക്കുന്നു. റയാൻ്റെ ഫസ്റ്റ് ടച്ച് അത് ഗംഭീരമായിരുന്നു. പക്ഷേ ആ ഗോൾ കീപ്പറുടെ മുന്നിൽ മാത്രം അത് പാളുകയും ചെയ്തു. ഗോളായിരുന്നുവെങ്കിൽ ടൂർണമെൻറ്റിലെ തന്നെ ബെസ്റ്റ് ടീം ഗോളാകുമായിരുന്നു. റയാൻ എന്താ പറയുക കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ഡിഫൻസീവ് ഡ്യൂട്ടി ചെയ്യും. ഹൈ എനർജറ്റിക് ആണ്. അദ്ദേഹത്തിന് പ്രായമുണ്ട്. കുറച്ച് ഡിഫൻസീവിലേക്കൊക്കെ വന്ന് ടാക്കിളൊക്കെ ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഫിനിഷിങ്ങിൽ മാത്രമാണ് ചെറിയൊരു പ്രശ്നമുള്ളത്. അതർവൈസ് റയാൻ എന്തുകൊണ്ടും റഫീഞ്ഞയുടെ ഒരു കുറവ് അറിയിച്ചിട്ടേ ഇല്ല. സ്കോട്ട്ലൻഡിനെതിരായ മത്സരത്തിലാണ് ബ്രസീൽ ഏറ്റവും നന്നായി കളിച്ചത്. അന്ന് റഫീഞ്ഞ ഇല്ലാത്ത ഡ്യൂട്ടിയൊക്കെ ചെയ്തത് റയാനാണ്. അതിൽ പക്കറ്റേക്കും കാര്യമായിട്ടൊന്ന് പണി ചെയ്യാറുണ്ട്. ഇനി നെയ്മർ വരികയാണെങ്കിൽ നെയ്മർക്കുണ്ട്. കാരണം ജപ്പാനെതിരെ ഈ ഒരു പറയുന്ന പോലെ ഏരിയൽ ബോളിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. ഈ തൂക്കി കൊടുക്കുന്ന ബോളുകളൊക്കെ ആയിരിക്കും ജപ്പാൻ ഡിഫൻസിനെ കുറച്ച് ഭിന്നമാക്കുക എന്നൊക്കെ നമ്മൾ പറയല്ലോ. അതിലേറ്റവും പ്രധാനം ഈ ത്രൂ ബോൾ ഹൈ ബോളൊക്കെയാണ്. പെട്ടെന്ന് അതുപോലെ തന്നെ വിനീഷ്യസ് ജൂനിയറിന് ഒരു എന്താ പറയുക ഒരു ത്രൂ ബോളൊക്കെ കൊടുത്താൽ അത് ജപ്പാൻ്റെ ഒരു ഡിഫൻസിന് വിലക്കുന്നു. അല്ലാതെ നമ്മൾ ഫുൾ ടൈം ഇങ്ങനെ കളിച്ച് ജപ്പാനെ തോൽപ്പിക്കാൻ തോന്നുന്നു. അതുകൊണ്ട് ഇഗർ തിയാഗോ എന്ന് പറയുന്ന ഒരു പ്ലെയറും ചിലപ്പം
സബ്ബായി ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ഹൈ ബോൾ സിറ്റുവേഷൻ അഡ്വാൻറ്റേജ് ആയതുകൊണ്ട് തന്നെ ഇഗർ തിയാഗോ എന്ന് പറയുന്ന പ്ലെയർ വരാൻ ചാൻസ് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഹൈബോളിൻ്റെ കേസ് പറയുമ്പോഴേ നമ്മൾ ജപ്പാൻ്റെ പ്ലേയേഴ്സ് സ്വാഭാവികമായിട്ടുള്ള ഒരു ഉയരമുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഈ ബ്രസീലിനെ അത് മുതലെടുക്കാമെന്നാണ് പറയുന്നത്. പക്ഷേ ജപ്പാൻ്റെ ഗോൾ കീപ്പർ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നേർ വിപരീതം. ഏതാണ്ട് 191 സെൻറ്റിമീറ്ററാണ് ആളുടെ ഹൈറ്റ് എന്നുള്ളത്. അത് സാധാരണ ജപ്പാൻ ഒരു ജീൻ അല്ലാത്ത കുറച്ച് നല്ല ഹൈറ്റുള്ളൊരു താരമാണ്. ഒരുപക്ഷെ ഈ ഏരിയൽ ബോളുകളിൽ ജപ്പാൻ ഏറ്റവും വിശ്വാസം അർപ്പിക്കുന്നത് ആ പേരിൽ സുസൂക്കി എന്നുള്ളൊരു ഗോൾ കീപ്പറിലായിരിക്കും. ബ്രസീലിന് അതൊരു അഡ്വാൻറ്റേജ് ആവുമെന്നുള്ളത് ഡിഫൻഡേഴ്സിന് കമ്പയർ ചെയ്യുമ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആണെങ്കിലും ഗോൾ കീപ്പർക്ക് ഒരു പക്ഷേ ഈ ഹൈറ്റ് ഉള്ളത് കൊണ്ട് അതും തടഞ്ഞു നിർത്താൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും അവരുടെ ഫുട്ബോൾ ടീം അത്യാവശ്യം ഹൈറ്റുള്ളവർ തന്നെയാണ്. അപ്പോൾ നമ്മൾ ജപ്പാൻ എന്നുള്ള കൺട്രീൻ്റെ ഹൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ പറയുമെങ്കിലും ഫുട്ബോൾ ടീം അവരതൊക്കെ സെലക്ഷൻ നോക്കിയിട്ട് തന്നെയാണ് നടത്തുന്നത്. അപ്പോൾ നമ്മൾ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, നെതർലൻഡ്സ് ആണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ആവറേജ് ഹൈറ്റ് ഉള്ള രാജ്യം എന്ന് പറയുന്നത്. ആ നെതർലൻഡ്സിനോട് ജപ്പാൻ അതെ അതിലും നമുക്ക് അവരെ ജഡ്ജ് ചെയ്യാൻ ഇപ്പോൾ പറ്റില്ല. അതെ, ഫുട്ബോൾ ടീമിൻ്റെ ആവറേജ് 170 എബോവ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ കൺട്രീനേക്കാൾ ബെറ്റർ ആണ് അവർ സെലക്ട് ചെയ്തത്. പ്രത്യേകിച്ച് ഡിഫൻസിൽ നോക്കിയാൽ അറിയാം, നല്ല ഹൈറ്റ് ഉള്ളവരാണ്. ഒരു എക്സ്പീരിയൻസ് ഡിഫൻഡേഴ്സ്. എനിക്ക് ജപ്പാൻ പ്ലേയേഴ്സിൻ്റെ പേര് കിട്ടാത്തതാണ്. 39 വയസ്സുള്ള ഒരു ഡിഫൻഡർ ഉണ്ട്. അപ്പോൾ കളി എനിക്ക് തോന്നുന്നു അതാണ് ഒരു ചെസ് പോലെ ആയിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു പല രീതിയിലായിരിക്കും മത്സരം. ഒരു പക്ഷേ ബ്രസീൽ ആദ്യം ഗോളടിക്കുമ്പോൾ ഉണ്ടാകുന്ന മത്സരം ആയിരിക്കില്ല ജപ്പാൻ ആദ്യം ഗോളടിക്കുന്നത്. അതായത് ഒരു 90 മിനിറ്റ് മത്സരം എന്തായാലും ഒരുപോലെ ആയിരിക്കില്ല. പ്രത്യേകിച്ച് കോച്ച് കാർലോ ആഞ്ചലോട്ടിയാണ്. അദ്ദേഹം ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. ഭയങ്കര അഡോപ്റ്റീവ് ആയിട്ടുള്ള കോച്ചാണ്. അപ്പോൾ ഞാൻ ഒന്നെങ്കിൽ ബ്രസീൽ വലിയ മാർജിനിൽ വിജയിക്കുന്നതാണ്, നമ്മൾ ഞെട്ടിക്കുന്ന വിജയം ഉണ്ടാവും. അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരു എന്താ പറയുക ജപ്പാൻ്റെ ഒരു ചരിത്രം കണ്ടേക്കാന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഒരു ഒറ്റ കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഈ ഒരു മത്സരം നമ്മൾ എക്സ്ട്രാ ടൈമിലേക്ക് പോകുക എന്നുള്ളൊരു സാധ്യത ഉണ്ടല്ലോ. അപ്പോൾ ഈ എക്സ്ട്രാ ടൈമിലേക്കൊക്കെ പോകുമ്പം ഒരു എനർജി അല്ലെങ്കിൽ ആ പ്ലെയേഴ്സ് എല്ലാവരും ഫുൾ പവറിൽ നിലനിൽക്കുക എന്നുള്ളത് ഒരു ഭയങ്കര കാര്യമാണ്. അപ്പോൾ അത്തരത്തിലൊരു എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഈ രണ്ട് ടീമിൽ ആർക്കായിരിക്കും ഒരു ആനുകൂല്യം കിട്ടാനുള്ള സാധ്യതകൾ? അത് ഈ പറഞ്ഞ പോലെ കണ്ടറിയേണ്ട സാധനം. പക്ഷേ ജപ്പാൻ പറഞ്ഞ പോലെ അവരെ കുറിച്ച് പറയുന്നത് ഈ ടീം ഗെയിമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത 90 മിനിറ്റും നിറഞ്ഞു കളിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതൽ താല്പര്യം എക്സ്ട്രാ ടൈമിലേക്ക് പോകാൻ ജപ്പാൻ തന്നെയാണ്. ബ്രസീലിനെ സംബന്ധിച്ച് ഏറ്റവും നേരത്തെ മത്സരം ഫിനിഷ് ചെയ്യുന്നുള്ളതിനായിരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ ഒരു ബ്രസീൽ ടീം ഇപ്പം ഞാനൊക്കെ ഒരു 20 വർഷം ആയിട്ട് ബ്രസീലിൻ്റെ പല കാലങ്ങളായിട്ട് കളി കാണല്ലോ. അപ്പോൾ ഒരു 4-5 വർഷമായിട്ടുള്ള ബ്രസീലിനൊരു മെൻ്റൽ ബ്ലോക്ക് ഉണ്ട് എന്നുള്ളതാണ് തോന്നുന്നത്. കാരണം ബ്രസീൽ ഇപ്പോൾ ലാസ്റ്റ് കോപ്പ അമേരിക്കയിൽ പോകുന്നത് പെനൽറ്റി ഷൂട്ടൗട്ടിലാണ്, കഴിഞ്ഞ ലോകകപ്പിലും പോകുന്നത് പെനൽറ്റി ഷൂട്ടൗട്ടിലാണ്. മുമ്പൊക്കെ ഒരു ബ്രസീലിൻ്റെ കളി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു മെൻറ്റാലിറ്റി ഉണ്ടായിരുന്നു. അവർ തോൽക്കുക എന്നുള്ള തന്നെ സംഭവമായിരുന്നു. ഇപ്പോൾ 2006 സിദാൻ്റെ മാജിക്കിന് മുമ്പിൽ മാത്രം തോൽക്കുന്നത്, അതല്ലാത്ത എല്ലാ ടൂർണമെൻറ്റുകളും. ഇപ്പോൾ പല കോപ്പയൊക്കെ അർജൻറ്റീന ഫുൾ ടീമുമായിട്ടും ബ്രസീൽ ബി ടീം സി ടീമായിട്ടൊക്കെ വരാം. ഈ റൊണാൾഡോ കക്ക ഒന്നും ഇല്ലാതെയാണ് 2004 2007 കോപ്പൊക്കെ കളിക്കുന്നത്. പക്ഷേ എന്നാലും ആ ബ്രസീൽ ടീം വിജയിക്കുമായിരുന്നു. കാരണം ഇപ്പോൾ 2004 കോപ്പയിൽ 80 മിനിറ്റ് വരെ ഇഞ്ചുറി ടൈമിൻ്റെ 80 മിനിറ്റ് വരെ അർജൻറ്റീന മുന്നിൽ നിൽക്കുന്നൊരു മത്സരമാണ്. ആ സമയത്താണ് അഡ്രിയാൻ ഒരു ഗോൾ അടിച്ചിട്ട് ആ മത്സരം തിരിക്കുന്നത്. 2007 ഇതുപോലൊരു വീക്ക് ടീമായിരുന്നു ബ്രസീൽ. ആകെ റോബിഞ്ഞോ മാത്രമായിരുന്നു സ്റ്റാർ. പക്ഷേ അവർ 3-0 അർജൻറ്റീനയെ തോൽപ്പിച്ചു. അങ്ങനെ ഒരു ബ്രസീൽ ടീമിൻ്റെ ഒരു മെൻറ്റാലിറ്റി ഉണ്ടായിരുന്നു. ആ മെൻറ്റാലിറ്റി ഇപ്പോഴത്തെ ടീമിലില്ല. അതിങ്ങനെ കൂടിക്കൂടി വരികയാണ്. കപ്പില്ലാത്ത നീളം കൂടുന്നിടത്തോളം അതിങ്ങനെ കൂടിക്കൂടി വരികയാണ്. അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റി കാർലോ ആഞ്ചലോട്ടി എത്രത്തോളം മാറ്റിയിട്ടുണ്ടെന്നും കൂടി നമുക്കൊന്ന് കണ്ടറിയാമെന്നാണ് തോന്നുന്നത്.